മനുഷ്യ ശരീരത്തിലെ സങ്കീർണമായ അവയവം കിഡ്നി അഥവാ വൃക്ക. വൃക്കയുടെ സംരക്ഷണത്തിനായി പഞ്ചായത്തുകൾ തോറും ഡയാലിസിസ് സെന്ററുകൾ ആരംഭിക്കുന്ന പുതിയ കാലം. നമ്മുടെ കിഡ്നിക്ക് ഇതെന്തു പറ്റി? വൃക്കയുടെ പ്രവർത്തനങ്ങളിലെ ആഴത്തിലുള്ള അറിവുമായി കണ്ണൂർ ആസ്റ്റർ മിംസ് നെഫ്രോളജി, യൂറോളജി ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിലെ ഡോക്ടർമാർ മാർച്ച് 22 രാത്രി 7 മണിക്ക് നേർരേഖയിൽ എത്തുന്നു. വൃക്കയുടെ സംരക്ഷണത്തിന് നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? നമ്മൾ കേൾക്കുന്ന ഇതൊരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന, ശരീരത്തിന് ആവശ്യമുള്ള നല്ലതിനെ സ്വീകരിക്കുന്ന ഒരു യന്ത്ര സംവിധാനം എന്ന് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു യന്ത്ര സംവിധാനം എന്ന നിലക്കാണ് കാണുന്നത്. ആ പണി മാത്രമാണോ കിഡ്നി എടുക്കുന്നത്? കിഡ്നിയുടെ പണി എന്താണ്? അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന വളരെയധികം വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഈ വേസ്റ്റിനെ മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് കിഡ്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി, അതായത് എക്സ്ക്രീറ്ററി ഫങ്ഷൻ. ഇത് കൂടാതെ അതിന് വളരെ പ്രധാനപ്പെട്ട വേറെ പല ജോലികളും ഉണ്ട്. അതിലൊന്നാണ് വെള്ളത്തിൻ്റെ അളവ്, ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കിഡ്നിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഒന്ന്, ഏറ്റവും പ്രധാന ഡീഹൈഡ്രേഷൻ, വെള്ളത്തിൻ്റെ അളവ്. സാധാരണ ഗതിയിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഉഷ്ണ രാജ്യങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഡീഹൈഡ്രേഷൻ കാരണം പ്രധാനമായിട്ടും കിഡ്നിക്ക് ഡാമേജ് ഉണ്ട്. രണ്ടാമത് നമുക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റ്, വളരെ ഇപ്പം പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ് ജിമ്മിൽ ഇപ്പം എല്ലാവരും വ്യായാമത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുമ്പോൾ നമ്മൾ നോർമലായിട്ടുള്ളൊരു ഡയറ്റോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോട്ടീൻ കണ്ടന്റ് കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ചിലർ പെട്ടെന്ന് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രോട്ടീൻ, ആർട്ടിഫിഷ്യൽ പ്രോട്ടീൻസ്, പ്രോട്ടീൻ, ക്രിയാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ പോലും കുറച്ച് ക്രിയാറ്റിനൊക്കെ കൂടി കിഡ്നിയുടെ പ്രവർത്തന കുറവൊക്കെ ആയിട്ട് വരുന്ന കണ്ടിട്ടുണ്ട്. അവയവദാനത്തിൽ നമ്മുടെ ചിന്തകളിൽ വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെ? അവയവദാനം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു മനുഷ്യ ജന്മത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. കാരണം ഒരു അവശത അനുഭവിക്കുന്ന, മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സഹജീവിയെ നമ്മുടെ ഒരു അവയവം കൊടുത്ത് രക്ഷിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതിൽ കൂടുതൽ ചരിതാർത്ഥ്യം നൽകുന്ന ഒരു സംഭവമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ അവയവങ്ങൾ ഏതൊക്കെ? ഏറ്റവും പ്രധാനപ്പെട്ട കിഡ്നി തന്നെയാണ്. കാരണം പ്രകൃതി നമുക്ക് 2 അവയവം തന്നതാണ്. ലിവർ കൊടുക്കാം, ലിവറിന്റെ ഒരു പാർട്ടേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നെഫ്രോളജിസ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി വൃക്കരോഗങ്ങൾ കണ്ടുപിടിക്കുക, നേരത്തെ കണ്ടുപിടിക്കുക. നേരത്തെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് അതിൻ്റെ പ്രോഗ്രഷനെ തടയാൻ പറ്റും. ഈ ഡയാലിസിസും ട്രാൻസ്പ്ലാന്റൊക്കെ വരുന്നത് കിഡ്നി രോഗം കാലക്രമേണ മൂർച്ഛിച്ച് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നൊരു സ്റ്റേജ് വരുമ്പോഴാണ് ഡയാലിസിസോ ട്രാൻസ്പ്ലാന്റോ വേണ്ടി വരും. നെഫ്രോളജിയും യൂറോളജിയും തമ്മിലുള്ള ഇഴയെടുപ്പം ഇങ്ങനെ. ലൈംഗിക പ്രശ്നങ്ങളിൽ ചികിത്സ തേടേണ്ടത് ഏത് വിഭാഗത്തിൽ? ലൈംഗിക ഉത്തേജന മരുന്ന് വയാഗ്ര അപകടകാരിയോ? മൊത്തത്തിൽ പറയാമെങ്കിൽ എന്ത് മരുന്നും, ഇത് മാത്രമല്ല, സെക്സ് റിലേറ്റഡ് മാത്രമല്ല, ഏത് മരുന്നാണെങ്കിലും ഒരു പ്രോപ്പർ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങരുത്. ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് എന്ന് പറയും, അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങുന്ന മരുന്നുകൾ. അപ്പോൾ അത് ചില മരുന്നുകൾ അതിനെ അലൗഡാണ് ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് ആയിട്ട് വാങ്ങാവുന്നത്. അതിൻ്റെ അങ്ങ് അപ്പുറത്തോട്ടുള്ള എല്ലാ മരുന്നുകളും വിത്തൗട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ വാങ്ങും. അതൊരു പ്രോപ്പർ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർ മെഡിസിൻ തന്നെയാണത്, പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡ്രഗ്. അതെ. തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് നേർരേഖയിൽ ഡോക്ടർമാരായ ബിജോയ് ആന്റണി, സത്യേന്ദ്രൻ നമ്പ്യാർ, സാരംഗ് വിജയൻ, അക്ബർ സലീം, പ്രദീപ് കുമാർ എന്നിവർ മറുപടി നൽകുന്നു. കാണുക നേർരേഖ.